السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبعد. സാഹിർ ബിൻ ഹറാം അൽ അസ്ജായി റളിയല്ലാഹു അൻഹു, ഈ സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് ഹറാം അല്ലെങ്കിൽ ഹിറാം എന്നായിരുന്നു. അൽ അസ്ജായി, ബനു അസ്ജായി എന്ന ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിരുന്നത്. അത് ഗതഫാൻ എന്ന് പറയുന്ന വലിയ ഗോത്രത്തിന്റെ ഒരു സബ് ട്രൈബായിരുന്നു. മദീനയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഒരു ട്രൈബാണ് ഗതഫാൻ. അപ്പൊ ആ ഗതഫാൻ എന്ന് പറയുന്ന ആ വലിയ ഗോത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്നു. അവർ അഹ്സാബിൽ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവര് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ വെറുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ റസൂലുള്ളാഹി കൊണ്ടുവന്ന ദീനിനോട് എതിർപ്പുണ്ടായിട്ടോ ഒന്നുമല്ല. അവർക്ക് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഒരു പുതിയ മെസ്സേജ് വരുമ്പോൾ അതിന്റെ പേരിൽ അവർക്കൊരു സ്കെപ്റ്റിക്കൽ ആയിരുന്നു. അതുകൊണ്ട് അവർ അഹ്സാബിൽ മക്ക മുശ്രിക്കുകളുടെ കൂടെ അവർ പങ്കുചേർന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അസ്ജായി എന്ന് പറയുന്ന ട്രൈബിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവായിരുന്നു സാഹിർ ബിൻ ഹറാം. അദ്ദേഹം ഒരു ബദുവിനായിരുന്നു, ഒരു ശാരീരിക വൈകല്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കച്ചവടത്തിന് വേണ്ടി മദീനയിലേക്ക് വരുന്ന ആ ട്രിപ്പുകൾക്കിടയിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം മദീനയുടെ പുറത്താണല്ലോ താമസിച്ചിരുന്നത്, അദ്ദേഹം ബദുവിനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മദീനയിലേക്ക് വന്ന ട്രിപ്പുകളല്ലായിരുന്നു. ആ അത്തരത്തിലൊരു ട്രിപ്പിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ പ്രാവശ്യം അദ്ദേഹം മദീനയിലേക്ക് വരുമ്പോഴും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊണ്ടുവരും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനും തിരിച്ച് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലികുല്ലി ഹാദിറത്തിൻ ബാദിയ വബാദിയതു ആലി മുഹമ്മദിൻ സാഹിർ ഇബ്നു ഹറാം. എല്ലാ സിറ്റിയിൽ താമസിക്കുന്ന എല്ലാവർക്കും പുറത്ത് മരുഭൂമിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന ഒരു കുടുംബക്കാരുണ്ടാവും. ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിന് അത്തരത്തിലൊരു കുടുംബക്കാരനുള്ളത് സാഹിർ ഇബ്നു ഹറാം ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഇത് എത്രത്തോളം പരിഗണനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക വൈകല്യമുള്ള അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ബദുവിന് കൊടുത്തിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം റസൂലുള്ളാഹി പരിചയപ്പെട്ടതിന് ശേഷം എത്രത്തോളം പരിഗണനയാണ് കൊടുത്തിരുന്നത് എന്നുള്ളത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില ചരിത്രങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മൾ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാത്ത ആളുകളൊക്കെ നമ്മൾ ഏത് കണ്ണിലാണ് കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ സ്വയം ആലോചിച്ചാൽ മതിയാവും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഓരോ വ്യക്തിക്കും, ഓരോ കുട്ടിക്കും, ഓരോ സ്ത്രീക്കും കൊടുത്തിരുന്ന പരിഗണന എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ലിറ്ററലി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിലേക്ക് നടക്കുമ്പോൾ സാഹിർ ബിൻ ഹറാം അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മൻ യശ്തരി ഹാദാ, ആരാണ് ഇത് വാങ്ങാനുള്ളത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അദ്ദേഹത്തിന്റെ പുറകിലൂടെ ചെന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് ഉയർത്തിയിട്ട് പറയാണ്, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറയുകയാണ്. അപ്പൊ ഈ ആരോ പുറകിൽ നിന്ന് പിടിച്ച് പൊന്നിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത്, അർസിനി, എന്നെ വിട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നെ ഉയർത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ സാഹിർ ഇബ്നു ഹറാം മെല്ലെ അദ്ദേഹത്തിന്റെ മുകളിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദൻ തജിദുനി കാസിദൻ യാ റസൂലുള്ളാഹ്, നിങ്ങൾ എന്നെ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് വലിയ വില ഒന്നും കിട്ടൂല, ഞാൻ വളരെ വില കുറഞ്ഞൊരു വ്യക്തിയാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് തിരിഞ്ഞിട്ട് പറയാണ്, വലാകിന്നക ഇൻദല്ലാഹി റബീഹ്, താങ്കൾ അള്ളാഹുവിന്റെ കണ്ണിൽ വളരെ വലിയ വിലയുള്ളവനാണ്, വിലപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ അള്ളാഹുവിന്റെ കൺമുന്നിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയും ഇദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു വാക്ക്, ആ ഒരു വാചകം സാക്ഷാൽ പ്രവാചകൻ പറയുമ്പോൾ ആ ഒരൊറ്റ വാചകം മതിയാവില്ലേ അദ്ദേഹത്തിന് ജീവിക്കുന്നത് മരണം വരെ മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷനും അദ്ദേഹത്തിന് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവാനൊക്കെ. അപ്പൊ നമ്മുടെ ചില വാക്കുകളും നമ്മുടെ ചില പ്രവൃത്തികളും സ്നേഹത്തോടു കൂടിയിട്ടുള്ള ചില ഇടപെടലുകളൊക്കെ, ചില തമാശകളും ചില പരിഗണനകളൊക്കെ ആളുകളിൽ വലിയ മാറ്റം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതിന് നമുക്ക് മാതൃക വേറെ ആരുമല്ല, സാക്ഷാൽ പ്രവാചകൻ തന്നെയാണ് നമ്മുടെ മാതൃക. അപ്പൊ ഓരോ വ്യക്തിക്കും അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതും, നമ്മൾ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ അവരറിയപ്പെടുന്ന ആളുകളാണോ നമുക്ക് എന്തെങ്കിലും നാളെ ഉപകാരം കിട്ടുമോ എന്നൊന്നും നോക്കിയിട്ടല്ല, ആളുകളെ ഒരു വേർതിരിവില്ലാതെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകേണ്ട ഒരു തൗഫീക്ക് തന്നെയാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറയുന്നത്, അദ്ദേഹം
ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും ഈ സഹാബിയെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.